എന്റെ പ്രിയപ്പെട്ടവരെ, നിങ്ങൾക്ക് ആർക്കെങ്കിലും നല്ല ഒരു മരണം വേണോ? ഈമാനോടുകൂടിയുള്ള ഒരു മരണം വേണമെന്ന് ആഗ്രഹിക്കും. അത് എളുപ്പത്തിൽ നടക്കുന്ന ഒരു കാര്യമല്ല, അത് പെട്ടെന്ന് നടക്കുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാണ്, ഈമാനോടുകൂടി മരിക്കാനുള്ള ഒരു എളുപ്പ വഴി എന്തെന്നറിയുമോ? നമ്മളൊക്കെ അള്ളാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, പടച്ചവനെ സ്വർഗം തരണേ അല്ലാ, പണം തരണേ അല്ലാ, വീട് തരണേ അല്ലാ, മക്കളെ തരണേ അല്ലാ, ആരോഗ്യം തരണേ അല്ലാ, നല്ല ജീവിതം തരണേ അല്ലാ. എല്ലാവരും അല്ലാഹുവിനോട് ദുആ ചെയ്യുമല്ലോ, ദുആ ചെയ്യാത്തവർ കുറവാണല്ലോ. എല്ലാവരും അവരവരുടെ കാര്യങ്ങൾ മുഴുവനും അല്ലാഹുവിന്റെ മുന്നിലേക്ക് അവിടെന്ന് പറയുമല്ലോ. എങ്കിൽ എന്റെ പ്രിയപ്പെട്ടവരെ, സ്വർഗം ചോദിക്ക്, പണം ചോദിക്ക്, ആരോഗ്യം ചോദിക്ക്, വീട് ചോദിക്ക്, മക്കളെ ചോദിക്ക്, ജോലി ചോദിക്ക്, എന്ത് വേണമെങ്കിലും ചോദിച്ചോ, നിന്റെ റബ്ബ് കരുണയുള്ളവനല്ലേ. പക്ഷേ എല്ലാ ചോദിച്ചു കഴിയുമ്പോ ആ ദുആയ്ക്കകത്ത് ഒന്നുകൂടെ നീ ഉൾപ്പെടുത്തണേ. ഒരു കാര്യം കൂടെ നീ അല്ലാഹുവിനോട് പറയണേ, ഒരു കാര്യങ്ങളും നീ അല്ലാഹുവിനോട് പറയണേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറഞ്ഞു, വെറുതെ ദുആ ചെയ്താ പോരാ, വെറുതെ ദുആ ചെയ്താ പോരാ, ദുആ ചെയ്യുമ്പോ ചോദിക്കാൻ പറഞ്ഞ ചില നന്മകളുണ്ട്. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുമ്പോ അല്ലാഹുവിനോട് ദുആ ചെയ്താ കിട്ടുന്ന ചില കാര്യങ്ങളുണ്ട്. ആ കാര്യങ്ങളിൽ ഒരു കാര്യം എന്തെന്നറിയോ? അല്ലാഹുവിന്റെ പ്രവാചകന് പാതിരാത്രിയുടെ നിശബ്ദതയിൽ സുജൂദിൽ കിടന്നുകൊണ്ട് ഈ പ്രപഞ്ചത്തിന്റെ അധിപനായ പടച്ചറപ്പിനോട് അവിടുന്ന് ചെയ്ത ദുആ എന്തെന്നറിയുമോ? യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. പടച്ചവരെ, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് പടച്ചവനോട് നിങ്ങൾ പറയണം, യാ മുകല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക. എന്റെ പ്രിയപ്പെട്ടവരെ, അറബി അറിയുന്നവരെങ്ങനെ ദുആ ചെയ്യണേ? അറിയില്ലെങ്കിൽ നിങ്ങൾ പടച്ചവനോട് പറയണം, അല്ലാ ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഈ ലോകത്ത് നിന്ന് യാത്ര പറയുമ്പോ അസ്റായീൽ എന്ന് പറയുന്ന മലക്ക് കടന്നു വരുന്ന സമയത്ത് റൂഹ് പിടിച്ച തൊണ്ടക്കുടിയുടെ ഭാഗത്തേക്ക് റൂഹ് കൊണ്ടുവരുമ്പോ അവസാനമായിട്ട് നീ തന്ന നാവ് കൊണ്ട് പറയണം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കട്, ഷഹാദത്ത് കലിമ പറഞ്ഞു മരിക്കട്. അതിനുള്ള ഭാഗ്യം തരണേ അല്ലാ. അവിടെന്ന് നിങ്ങൾ പടച്ചവനോട് ദുആ ചെയ്യണേ എന്ന് മഹാനായ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെന്ന് പഠിപ്പിക്കുകയാ. അതുകൊണ്ട് ഈമാനുള്ള ഒരു മരണം വേണോ? നമ്മുടെ ഈമാൻ അവിടെന്ന് തട്ടിപ്പറിക്കുന്നതിന് വേണ്ടി ഇബ്ലീസ് കടന്നു വരുന്ന രംഗമാ. അതാ ഹദീസിൽ കാണാ, ഒരു മനുഷ്യന്റെ റൂഹ് പിടിക്കുന്ന സമയം അടുത്ത് വരുമ്പോ ശപിക്കപ്പെട്ടവൻ തന്റെ മക്കളെ മുഴുവനും വിളിക്കുകയാ. ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും വിളിക്കുകയാണ്, നിങ്ങളുടെ അവസാനത്തെ സമയമാണ്, ഒരുത്തൻ മരിക്കാൻ പോകുകയാ, ഒരു മനുഷ്യൻ മരിക്കാൻ പോകുകയാ. ഇനി നിങ്ങൾക്ക് അവസരമില്ല, ഇനി നിങ്ങൾക്ക് അവസരമില്ല, എല്ലാവരും പോകണം, എങ്ങനെയെങ്കിലും അവനെ പിഴപ്പിക്കണം, അവനെ ഈമാനോടുകൂടി മരിക്കാൻ നിങ്ങൾ അനുവദിക്കരുത്, എങ്ങനെയെങ്കിലും അവനെ പിഴപ്പിക്കണമെന്ന് പറഞ്ഞിട്ട് ഓഫർ കൊടുക്കുകയാണ്. ഇബ്ലീസ് അവിടുന്ന് ഓഫർ കൊടുക്കുകയാണ്. ആരാണ് അവനെ കാഫിറായിട്ട് ചാകാൻ അനുവദിക്കുന്നത്? അവനെ മുസ്ലിമായിട്ട് മരിക്കാൻ വിടരുത്, എങ്ങനെയെങ്കിലും നിങ്ങൾ അവന്റെ ഈമാനെ തട്ടിപ്പറിക്ക് എന്ന് പറഞ്ഞുകൊണ്ട് ഇബ്ലീസ് തന്റെ അനുയായികളെ മുഴുവനും പറഞ്ഞു വിടുന്ന സമയമാ. ഉപ്പാ, നിസാരമല്ല, നിസാരമല്ല. അവന് കടന്നു വരുന്നത് എങ്ങനെയെന്നറിയുമോ? റസൂലുള്ളാഹി തങ്ങൾ പറയുകയാണ്, മരിച്ചുപോയ
നിന്റെ വാപ്പയുടെ രൂപത്തില്, മരിച്ചുപോയ നിന്റെ ഉമ്മയുടെ രൂപത്തില്, നീ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്നവരുടെ രൂപത്തിൽ അടുത്തേക്ക് വരികയാണ്. വെള്ളവുമായിട്ട്, പടച്ചവനെ കുടിക്കാനുള്ള വെള്ളവുമായിട്ട് അവൻ നിന്റെ ഇടതുഭാഗത്തേക്ക് കടന്നു വരികയാ. എന്നിട്ട് പറയുന്നു, പറയല്ലേ ഷഹാദത്ത് കലിമ പറയല്ലേ. മജ്‌ലിസ് നൂറിൽ നമ്മൾ പറയുമല്ലോ, ദാഹമൗത്തത് കൂട്ടിയിടും ഇബ്ലീസു കൂസിനെ കാട്ടിടും, നേരല്ലഴീനമ നട്ടുവാർ ബദിരീങ്ങളാൽ തുണ റബ്ബനാ. വെറുതെ പറയുന്നതല്ല. മരിച്ചുപോയ മാതാപിതാക്കളെ രൂപത്തിൽ ചാരത്ത് വന്നിരുന്നിട്ട് നമ്മുടെ ഈമാൻ 30, 40, 50, 60 വർഷക്കാലം നമ്മളെ കൊണ്ട് നടന്ന ഈമാൻ അവിടെ നിന്ന് തട്ടിപ്പറിച്ചു കൊണ്ടുപോകുന്നതിന് വേണ്ടി അവർ നമ്മുടെ ചാരത്തേക്ക് കടന്നു വരുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അവിടെ നിന്ന് പറഞ്ഞു തരുമ്പോ, സഹോദരാ ദുആ ചെയ്യണേ, നിങ്ങളെ ദുആ ചെയ്യണേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. എപ്പോഴും അല്ലാഹുവിനോട് ദുആ ചെയ്തോ. ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ചെയ്യ്, ഏറ്റവും കുറഞ്ഞത് ഇതെങ്കിലും ചെയ്യ്. കാരണം അല്ലാഹു കരുണയുള്ളവരാ. എപ്പോഴാണ് ദുആ സ്വീകരിക്കുന്നതെന്നറിയില്ല. അല്ലാഹുവേ, നമ്മൾ ചെയ്യുന്ന ദുആ അല്ലാഹു സ്വീകരിച്ച നമ്മുടെ അവസാനം നന്നാകുമല്ലോ. അതുകൊണ്ട് മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട 6 കാര്യങ്ങളിൽ ഒന്നാമത്തെ കാര്യം എന്തെന്നറിയുമോ? യാ അയ്യുഹല്ലദീന ആമനു തഖുല്ലാഹ ഹഖ്ക തുഖാതി വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. മുസ്ലിമായിട്ടേ മരിക്കാവൂ, മുസ്ലിമായിട്ടേ മരിക്കാവൂ. അല്ലാഹുവേ, ഈമാനുള്ള ഒരു മരണം തരണേ അല്ലാ. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് ഞങ്ങളെ രക്ഷപ്പെടുത്തണേ അല്ലാ. ആ സമയത്താണ് പടച്ചവനെ അല്ലാഹുവേ ചിലർ ഇബ്ലീസിനെ പരാജയപ്പെടുത്തുകയാ. എന്നിട്ട് അവര് ശഹാദത്ത് കലിമ ഉറക്കെ പറഞ്ഞിട്ട് മരിക്കുമ്പോ ശപിക്കപ്പെട്ടവനിരുന്ന് കരയുകയാണ്, ശപിക്കപ്പെട്ടവനിരുന്ന് കരയുകയാ. ഇവനെ കുറിച്ചാണല്ലോ അല്ല പറഞ്ഞത്, ഇവനെ കുറിച്ചാണല്ലോ അല്ല പറഞ്ഞത്. അല്ലാഹുവിനോട് ഇബ്ലീസ് പറഞ്ഞു, അല്ലാ, ആദമിന്റെ മക്കളെ മുഴുവനും ഞാൻ പിഴപ്പിക്കും പടച്ചവരെ, സർവരെയും ഞാൻ പിഴപ്പിക്കും പടച്ചവരെ. അല്ല പറഞ്ഞു, ഇല്ലടാ, എനിക്ക് ചില അടിമകളുണ്ട്, അവരെ പിഴപ്പിക്കാൻ നിന്നെ കൊണ്ട് കഴിയില്ലടാ, നീ അവന്റെ മുന്നിൽ പരാജയപ്പെട്ടു പോകുമടാ. പടച്ചവരെ, അല്ലാഹു പറഞ്ഞ അടിമകൾ അവിടെ നിന്ന് ശഹാദത്ത് കലിമ പറഞ്ഞിട്ട് അവര് മരണപ്പെടുമ്പോ ഇബ്ലീസ് കരയുകയാ. അല്ലാഹുവേ, ഇബ്ലീസിനെ പരാജയപ്പെടുത്താ ഞങ്ങൾക്ക് ഭാഗ്യമ തരണേ അല്ലാ. അങ്ങനെ എളുപ്പത്തിൽ പരാജയപ്പെടുത്താൻ കഴിയാത്തവനാണ് ഇബ്ലീസ്. എന്റെ പ്രിയപ്പെട്ടവര്, അല്ലാഹുവിന്റെ പള്ളിക്ക് വേണ്ടി, അല്ലാഹുവിനെ നിസ്കരിക്കുവാൻ, ഇബാദത്ത് ചെയ്യുവാൻ ഒരു പള്ളി കെട്ടുന്നതിന് വേണ്ടി കുറ്റിയടിച്ചിരിക്കുകയാ. അല്ലാഹുവേ, അതിനു വേണ്ടിയല്ലേ ഈ പരിപാടി സംഘടിപ്പിച്ചിരിക്കുന്നത്. സംഘാടകർ ബക്കറ്റുമായിട്ട് നിങ്ങളുടെ മുന്നിലേക്ക് കടന്നു വരികയാണ്. ഒരു സദഖ കൊടുക്കാൻ കഴിയുമോ? ഒരു സദഖ കൊടുക്കാൻ കഴിയുമോ? അസ്സദഖത്തു റദ്ദുൽ ബലായാ. സദഖ അതാ വിപത്തുകളെ തട്ടിമാറ്റുമെന്നാണ്. ക്യാൻസറിനെ മാറ്റാൻ, ട്യൂമറിനെ മാറ്റാൻ, ഏത് മാരക രോഗത്തിനെ മാറ്റാനും സദഖ കഴിയുമോ സഹോദരാ? സംഘാടകർ ബക്കറ്റുമായിട്ട് കടന്നു വരുമ്പോ നീ നിന്റെ പോക്കറ്റിന്റെ അകത്ത് നിന്ന് പൈസ എടുക്കുമ്പോ നീ ചിന്തിക്കേണ്ടത്, 1 രൂപയാണ് എടുക്കുന്നതെങ്കിൽ 70 ശൈത്താൻ നിന്റെ കയ്യിൽ പിടിക്കുകയാ, 70 ശൈത്താന്മാരെ കയ്യിൽ പിടിക്കുകയാ. എന്നിട്ട് പറയുന്നു, കൊടുക്കല്ലേ
അല്ലാഹുവേ വല്ലാത്ത പ്രയാസമാണ്. മക്കളൊക്കെ വളർന്നു വരികയാണ്, സാമ്പത്തികമായി വളരെ അത്യാവശ്യം പണം വേണ്ട സമയമാണ്. കൊടുക്കല്ലേ എന്ന് പറഞ്ഞ് 70 ശൈത്താൻ നമ്മുടെ കയ്യിൽ പിടിക്കാൻ പോകുന്ന നിമിഷമാ. ഇപ്പ അവനെ പരാജയപ്പെടുത്തിയ ആ മരണത്തിന്റെ സമയത്ത് നമുക്ക് അവനെ പരാജയപ്പെടുത്താൻ കഴിയുമല്ലോ. അതുകൊണ്ട് മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ എടുക്ക്. കരുണക്കടലായ അല്ലാഹ്, ദയാലുവായ അല്ലാഹ്, മലിക്കുൽ ജബ്ബാറായ അല്ലാഹ്, ആരെല്ലാം മനസ്സറിഞ്ഞുകൊണ്ടൊരു സദഖ കൊടുക്കുന്നോ അവർക്ക് ഈമാനുള്ള മരണം കൊടുക്കണേ അല്ലാഹ്. ഇബ്ലീസിന്റെ ചതിയിൽ നിന്ന് അവരെ രക്ഷപ്പെടുത്തണേ അല്ലാഹ്. എല്ലാവരും എന്താ ഇപ്പൊ ബക്കറ്റില്ലേ? പെട്ടെന്ന് അൽഹംദുലില്ലാ. ഇപ്പൊ ഇബ്ലീസ് കയ്യിൽ പിടിക്കും കൊടുക്കല്ലേ 70 എണ്ണം. 1 രൂപ കൊടുക്കണമെങ്കിൽ 70 എണ്ണത്തിനെ പരാജയപ്പെടുത്തണം. 10 രൂപ കൊടുക്കണമെങ്കിൽ എത്ര എണ്ണത്തിന്? അതുകൊണ്ട് മനസ്സറിഞ്ഞിട്ട് ഇഖ്ലാസോടുകൂടി എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്. പടച്ചോനെ ഈമാനുള്ള മരണം വേണം. അൽഹംദുലില്ലാ, ഒരു നല്ല സദഖ അല്ലാഹുവിൻ്റെ പള്ളിക്ക് വേണ്ടി എല്ലാവരും ഒന്ന് കൈയിട്ടെ. ഇബ്ലീസ് വന്നിട്ട് ഇപ്പൊ തടവും വേണ്ടെന്ന് പറഞ്ഞിട്ട് കുടുങ്ങരുത്. എല്ലാവരും ഒന്ന് പോക്കറ്റിൽ കൈയിട്ടെ. ഇട്ട് നോക്ക്, എന്തെങ്കിലും ഉണ്ടോ നോക്ക്, മടിച്ചിരിക്കല്ലേ. ഒന്ന് പോക്കറ്റിൽ കൈയിട്, ഒന്നിട്ടോ. ചിലപ്പോൾ നീ രക്ഷപ്പെടുന്ന ഇതിന്റെ പേരിലായിരിക്കും. അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ, അള്ളാഹു രക്ഷപ്പെടുത്തുമാറാകട്ടെ. ഒന്ന് പെട്ടെന്ന് പോ. സല്ലല്ലാഹു അലാ മുഹമ്മദ്. സല്ലല്ലാഹു അലൈഹി വസല്ലം. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ്. യാ റബ്ബി സ്വല്ലി അലൈഹി വസല്ലം. അല്ലാഹു സ്വീകരിക്കുമാറാകട്ടെ. എല്ലാവരും മോനെ സ്പീഡ് കാണിക്കരുത് കേട്ടോ. നീ എല്ലാവരും പള്ളിക്ക് വേണ്ടിയാ, നിനക്ക് സ്വർഗത്തിൽ പോകാൻ കിട്ടുന്ന അവസരമാണ്. പതുക്കെ നിന്ന് എല്ലാവരും മുന്നിൽ നിന്ന് മേടിച്ചിട്ട് പോയാൽ മതി. അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. എല്ലാവരും അൽഹംദുലില്ലാ കൊടുക്കുക. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. അപ്പോൾ ഒന്ന്, ഈ ലോകത്ത് നിന്ന് യാത്ര പറയുന്ന സമയം ഈമാനോടുകൂടി വേണം മരണപ്പെടാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 2 ഒരു ബക്കറ്റേ ഉള്ളൂ ഉസ്താദേ? ഒന്നേ ഉള്ളൂ, ഒറ്റ ബക്കറ്റേ ഉള്ളൂ. ഓനെങ്ങെത്തുമ്പോഴത്തേക്ക് ശൈത്താൻ പലരെയും കൊണ്ടുപോകും. അതുകൊണ്ടാണ്. കാരണം ചില കാര്യങ്ങൾ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ് മാറ്റി വെച്ച ശൈത്താപ്പ 2 പേരുണ്ട്. കറുത്ത ഉടുപ്പിട്ട ചങ്ങാതി, അവനെ വിളിയിടാ. സ്പീഡ് പതുക്കെ സ്പീഡ് കുറച്ച് പോട്ടോ. ഇൻഷാല്ലാഹ് അൽഹംദുലില്ലാ. എൻ്റെ സഹോദരിമാരുടെ ഭാഗത്തേക്ക് സംഘാടകർ കടത്തിവിട്ടു. അൽഹംദുലില്ലാ. 2 അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മരിക്കുന്നതിന് മുമ്പ് ചെയ്യേണ്ട രണ്ടാമത്തെ കാര്യം എന്തെന്നറിയുമോ? മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, രണ്ടാമതായി ചെയ്യേണ്ട കാര്യം എന്തെന്നറിയുമോ? അസ്റായിൽ കടന്നു വരുന്നതിന് മുമ്പ് നീ തൗബ ചെയ്യണേ. അസ്റായിൽ എന്ന് പറയുന്ന മലക്ക് നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ജീവിതത്തിൽ പടച്ചവനെ കണ്ടത് പാപമാണ്, കേട്ടത് പാപമാണ്, പറഞ്ഞത് പാപമാണ്, ചിന്തിച്ചത് പാപമാണ്, പിടിച്ചത് പാപമാണ്, നടന്നത് പാപത്തിലേക്കാണ്. ഒരുപാട് പാപങ്ങൾ ചെയ്തവരാ. അതുകൊണ്ട് അസ്റായിൽ നിന്റെ റൂഹ് പിടിക്കാൻ കടന്നു വരുന്നതിന് മുമ്പ് ചെയ്തു പോയ അപരാധങ്ങൾ മുഴുവനും ഈ ലോകത്തിന്റെ ദിവനായ, പ്രപഞ്ചത്തിന്റെ ദിവനായ, ഈ ലോകം മുഴുവനും അടക്കി ഭരിക്കുന്ന രാജാതിരാജനായ മലക്കുൽ മുഅ്മിനാ പടച്ചറപ്പുണ്ടല്ലോ, ആ അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്യാതെ മരിക്കരുത്, തൗബ ചെയ്യാതെ മരിക്കരുത്. എന്റെ പ്രിയപ്പെട്ടവരെ, മരിക്കുന്നതിന് മുമ്പ് തൗബ ചെയ്യണമെന്നാണ് മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു തരികയാ. എന്റെ പ്രിയപ്പെട്ടവരെ, അൻ ഇബ്നു ഉമർ റളിയല്ലാഹു തആല അൻഹു അൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഖാല ഇന്നല്ലാഹ യഖ്ബലു തൗബത്തുൽ അബ്ദി മാ ലം യുഗർഗിർ. ഏത് സമയം വരെ നിനക്ക് സമയമുണ്ടെന്നറിയുവോ? ഈ തൊണ്ടക്കുഴിയിൽ റൂഹെത്തുന്ന അവസാന സമയമുണ്ടല്ലോ, അതാ കാലിന്റെ തള്ളവിരൽ മുതൽ റൂഹ് പിടിച്ച് മലക്കുകൾ അതാ റൂഹ് കൊണ്ടുവന്ന തൊണ്ടക്കുഴിയിൽ വെക്കുമല്ലോ. ആ തൊണ്ടക്കുഴിയിൽ റൂഹ് വരുന്നത് വരെ നിനക്ക് സമയമുണ്ട്. അതിനു മുമ്പേ നീ തൗബ ചെയ്യണേ, അതിനു മുമ്പേ നീ തൗബ ചെയ്യണേ. അള്ളാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ഓർമ്മപ്പെടുത്തുമ്പോ
നടക്കുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ ആരാ തൗബ ചെയ്യുന്നത്? ആരാണ് തൗബ ചെയ്യുന്നത്? എല്ലാവരും പാപം ചെയ്യുന്നവരാണല്ലോ. അല്ലാഹുവിന്റെ റസൂൽ അനസ് റളിയല്ലാഹു തആല അൻഹു ഖാല റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം കുല്ലു ബനി ആദമ ഖത്താഉൻ വ ഖൈറുൽ ഖത്താഈന അത്തവാബൂ. പാപം ചെയ്യാത്ത ആരുമില്ല. ആദമിന്റെ സന്തതികൾ മുഴുവനും പാപം ചെയ്യുന്നവരാ. തെറ്റ് ചെയ്യാത്ത ഒരു മനുഷ്യനുമില്ല. നമ്മുടെ പ്രകൃതം തന്നെ അങ്ങനെയാണ്. നമ്മൾ ഒരുപാട് പാപം ചെയ്യുന്നവരാ. പക്ഷേ പാപം ചെയ്യുന്നവരിൽ വെച്ച് ഏറ്റവും നല്ല മനുഷ്യനാരാ? പാപം ചെയ്യാത്ത ആരുമില്ല. കള്ളു കുടിച്ചവരുണ്ട്, വ്യഭിചരിച്ചവരുണ്ട്, പലിശ തിന്നവരുണ്ട്, നിസ്കരിക്കാത്തവരുണ്ട്, ഭാര്യയെ വഞ്ചിച്ചവരുണ്ട്, ഭർത്താവിനെ വഞ്ചിച്ചവരുണ്ട്, ഫോട്ടോ അയച്ചു കൊടുത്തവരുണ്ട്, സെക്സ് വീഡിയോ കണ്ടവരുണ്ട്, ഒരുപാട് വളഞ്ഞ വഴിയിലൂടെ സഞ്ചരിച്ചവരുണ്ട്. പാപം ചെയ്യാത്ത ആരുമില്ല, ആരുമില്ല, ആരുമില്ല. പക്ഷേ പാപം ചെയ്യുന്നവരിൽ ഏറ്റവും നല്ല മനുഷ്യനാരാ? പശ്ചാത്തപിച്ചു മടങ്ങുന്നവനാ. അല്ലാഹുവിന്റെ മുന്നിലത് ഏറ്റു പറയുന്നവനാ. പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപം ചുമന്നുകൊണ്ട് നടക്കല്ലേ. മഹാനായ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, എന്റെ പ്രിയപ്പെട്ടവരെ, നമ്മുടെ മരണം നമ്മുടെ മുന്നിലേക്ക് കടന്നു വരുന്നതിന് മുമ്പ് തൗബ ചെയ്തിട്ട് വേണം നമ്മൾ മരിക്കാൻ. നമുക്ക് തൗബ ചെയ്യാൻ മടിയാണ്. അല്ലാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങളേറ്റും മടിയാ. എന്തിനാ ചെറുപ്പക്കാരാ മടി കാണിക്കുന്നത്? 100 കൊല ചെയ്തവൻ അല്ലാഹു പുറത്തു കൊടുത്തില്ലേ? ഒരു പാപം, ഒരു കൊല തന്നെ എത്ര വലിയ പാപമാണ്. ഒരാൾ അന്യായമായിട്ട് കൊല്ലുന്നത് ഈ ഭൂമിയിലുള്ള സർവ്വരെയും കൊല്ലുന്നത് പോലെയാ. 99 പേരെ കൊന്നു, 100ാമത്തവനെയും കൊന്നു. 100 പേരെ കൊന്ന മനുഷ്യൻ അല്ലാഹുവിന്റെ മുന്നിൽ പശ്ചാത്തപിച്ചു മടങ്ങിയപ്പോ അല്ലാഹു അവന് പുറത്തു കൊടുത്തില്ലേ? അല്ലാഹു ആ മനുഷ്യന് സ്വർഗം കൊടുത്തില്ലേ? അതുകൊണ്ട് ചെറുപ്പക്കാരാ, പാപമോ ചുമന്നുകൊണ്ട് നടക്കല്ലേടാ പൊന്നുമോന്. ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിൽ ഏറ്റുപറ, പശ്ചാത്തപിക്കടാ. എന്തേ നിനക്ക് കഴിയാത്തത്? നീ എത്ര വലിയ പാപം ചെയ്തവനാണെങ്കിലും നീ പേടിക്കണ്ട. കല്ല് കുടിച്ചെന്ന് പറഞ്ഞ് പേടിക്കണ്ട. ജീവിതത്തിൽ വ്യഭിചരിച്ചു പോയി എന്ന് പറഞ്ഞ് ഭയപ്പെടണ്ട. മോനെ, അല്ലാഹു കരുണയുള്ളവനാണ്. എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബ് പുറത്തു തരുന്നവനാ. അല്ലാഹു ഗഫൂറാ, അല്ലാഹു റഹീമാ. അല്ലാഹു പുറത്തു തരുന്നവനാടാ. ആ പടച്ച റബ്ബിന്റെ മുന്നിൽ നിന്റെ പാപങ്ങൾ മുഴുവനും ഏറ്റുപറയ്. കാരണം പാപങ്ങൾ പടച്ച റബ്ബിന്റെ മുന്നിൽ ഏറ്റുപറയാതെ മരണപ്പെടരുത്. കാരണം എന്തെന്നറിയുവോ? തൗബ ചെയ്യാതെ മരിക്കല്ലേ. പലരും പിന്നെ ചെയ്യാം, പാപം ചെയ്തവർ പിന്നെ ചെയ്യാമെന്ന് പറഞ്ഞ്, പിന്നെ നന്നാകാമെന്ന് പറഞ്ഞു മാറ്റിവെക്കുന്നവരുണ്ട്. സഹോദരാ, ഒരു രാത്രി പോലും തൗബ ചെയ്യാതെ ഉറങ്ങരുത്. തൗബ ചെയ്തിട്ടേ ഉറങ്ങാവോ. കാരണം വമാ തദ്രീ നഫ്സുൻ മാദാ തക്സിബു ഗദാ. നാളെ നിനക്ക് എന്താണ് സംഭവിക്കുന്നതെന്ന് പറയാൻ അല്ലാഹുവിന് മാത്രമല്ലേ അറിയൂ. മോനെ, നാളെ നിനക്ക് എന്തേ സംഭവിക്കുന്നതെന്ന് പറയാ. വമാ തദ്രീ നഫ്സുൻ ബിഅയ്യി അർദിൻ തമൂത്. എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്ന് പടച്ച റബ്ബിനല്ലേ അറിയുള്ളൂ. ചോദിക്കാ സമയം കിട്ടണമെന്നില്ല, യാത്ര പറയാ സമയം കിട്ടണമെന്നില്ല. പടച്ചവനെയതാ പാതി വൈകുന്നേര സമയത്ത് ഭാര്യയും ഭർത്താവും ഒരുമിച്ച് ഭക്ഷണം കഴിച്ച് കിടപ്പറയിൽ കയറി, രണ്ടുപേരും ഒരുമിച്ച് ഒരു കട്ടിലിൽ, ഒരു മെത്തയിൽ, ഒരു പുതപ്പിന്റെ കീഴില് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ചു കിടക്കുകയാ. രാവിലെ സുബഹിന്റെ സമയത്ത് ഭാര്യ എഴുന്നേറ്റിട്ട് തന്റെ ചാരത്ത് കിടക്കുന്ന പ്രിയപ്പെട്ട ഭർത്താവിനെ വിളിക്കുമ്പോ, അല്ലാഹുവേ
എഴുന്നേക്കുന്നില്ല. പടച്ചവരെ, ഭാര്യ പോലും അറിഞ്ഞില്ല അവിടെ കിടന്നു മരണപ്പെട്ടു പോയത്. തന്റെ ഭർത്താവ് ചാരത്ത് കിടന്നു മരിച്ചതുപോലും അടുത്ത് കിടക്കുന്ന ഭാര്യ അറിഞ്ഞിട്ടില്ല. സമയം കിട്ടിയില്ല സഹോദരാ, സമയം കിട്ടിയില്ല ചെറുപ്പക്കാരാ. അതുകൊണ്ട് പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ, പാപങ്ങളും ചുമന്നുകൊണ്ട് നടക്കല്ലേ. അല്ലാഹുവിന്റെ പ്രവാചകൻ പറയുന്നു, നിങ്ങൾ തൗബ ചെയ്യാതെ ഉറങ്ങരുത്. നമ്മളിൽ പലരും തൗബ ചെയ്യുന്നവരാണ്. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്ന് നമുക്കറിയില്ല, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടതെന്നറിയില്ല. നമ്മൾ അല്ലാഹുവിനോട് പറയും, പടച്ചവനെ പാപം പുറത്തുതാ, പാപം പുറത്തുതാ. മോനെ, വെറുതെ പറഞ്ഞാ പോരടാ, പറയുന്നതിലൊരു ഇഖ്ലാസ് വേണം ചെറുപ്പക്കാരാ. അതിനൊരുപാട് പറയണമെന്നില്ല, ഒരുപാട് നിലവിളിക്കണമെന്നില്ല. പറയേണ്ടത് ഒരു വാക്കാണെങ്കിലും ഇഖ്ലാസോടുകൂടി പറഞ്ഞാ എത്ര വലിയ പാപവും അല്ലാഹു പുറത്തു തരുമല്ലോ. ഒരു ചരിത്രം പറഞ്ഞു തരാ, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്, എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്. അല്ലാഹുവിന്റെ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ചാരത്തൊരു മനുഷ്യന് കിടന്നു വന്നു. യാ റസൂലല്ലാഹ്, ഞാനൊരു പാപം ചെയ്യില്ല എന്ന് പടച്ച റബ്ബിനോട് ഞാൻ അവിടെ നിന്ന് പശ്ചാത്തപിച്ചു തൗബ ചെയ്തു മടങ്ങി. പിന്നെയും ഞാനത് ചെയ്തു നബിയേ. അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ ഒരു ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, നബിയെ, ഞാൻ അല്ലാഹുവിനോട് ഒരു പാപം ചെയ്യില്ല എന്ന് പറഞ്ഞു, പശ്ചാത്തപിച്ചു മടങ്ങി. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. പിന്നെയും ഞാൻ ചെയ്തു, എന്ത് ചെയ്യണം? തൗബ ചെയ്യണം. കള്ളു കുടിക്കില്ല എന്ന് നീ അല്ലാഹുവിനോട് തൗബ ചെയ്തു. ഇനി വ്യഭിചരിക്കില്ല, ഇനി സീരിയൽ കാണില്ല എന്ന് അല്ലാഹുവിനോട് നീ പശ്ചാത്തപിച്ചു മടങ്ങി. പിറ്റേ ദിവസവും നീ കണ്ടു, എന്ത് ചെയ്യണം? പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും നീ കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കണ്ടു, പിന്നെയും തൗബ ചെയ്യണം. ഏതുവരെ ഇബ്ലീസിന് മനസ്സിലാകണം ഇനി ഇവനെ കൊണ്ട് പാപം ചെയ്യിപ്പിച്ചിട്ട് കാര്യമില്ല. നീ കള്ളു കുടിച്ചു, ചെയ്യില്ല എന്ന് തീരുമാനിച്ചു. പിറ്റേ ദിവസം കൂട്ടുകാർ ഫ്രീ ആയിട്ട് മേടിച്ചു വന്ന് കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. പിന്നെയും കുടിച്ചു, പിന്നെയും തൗബ ചെയ്യണം. ഇങ്ങനെ കുടിച്ച് തൗബ ചെയ്ത് ഏതുവരെ? അവസാനം നിന്നെ കുടിപ്പിക്കണ ശൈത്താനുണ്ടല്ലോ, അവന് തന്നെ തോന്നണം ഇനി ഇവനെ കുടിപ്പിച്ചിട്ട് കാര്യമില്ല, തോറ്റുപോകണം. അതുവരെ തൗബ ചെയ്യണം. അല്ലാഹു ഈമാൻ നൽകുമാറാകട്ടെ. നമ്മൾ തൗബ എന്ന് പറഞ്ഞാൽ എന്താ? നിലവിളിയല്ല. നമ്മളിങ്ങനെ വിളിച്ചു കൂവി അതൊന്നും അല്ലപ്പോൾ. അത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയുന്നുണ്ട്, ഒരാളിരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുക, വല്ലാതെ വിളിച്ചു കൂവിയിട്ട് ദുആ ചെയ്യുക. ആ സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്, ആ ചങ്ങാതി എടുത്ത് പോയി പറയാൻ, അവൻ്റെ റബ്ബ് ചെവി കേൾക്കുന്ന ആടാ, ചെവി കേൾക്കാത്ത ആളല്ലെന്ന്. ഒരുപാട് നിലവിളിക്കാനും പാടില്ല, ഒരുപാട് ശബ്ദം കുറയ്ക്കാനും പാടില്ല. രണ്ടിൻ്റെയും മധ്യമായ രീതി. തൗബ എന്ന് പറഞ്ഞാൽ എന്തെന്നറിയോ? ഒരു ഉദാഹരണം പറഞ്ഞു തരാം. തൗബ എന്ന് പറഞ്ഞാൽ എന്താണെന്ന് പഠിക്കാൻ ഒരു ഉദാഹരണം പറഞ്ഞു തരാം. നമ്മുടെ തൗബ പോലല്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം, മൂസാ നബിയുടെ ജനത മൂസാ നബിയുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, തങ്ങളെ നബിയുടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, ആകെ പ്രശ്നമാണ്. നമ്മൾ മഴ കൊണ്ടാ പ്രശ്നം അല്ലേ? അവിടെ വന്നിട്ട് പറഞ്ഞു, മഴയില്ല, വല്ലാതെ പ്രയാസവാ, ആർക്കും കുടിക്കാൻ വെള്ളമില്ല, മൃഗങ്ങൾക്ക് പോലും വെള്ളമില്ല നബിയെ, വല്ലാത്ത പ്രയാസവാ, അതുകൊണ്ടൊരു പരിഹാരം. മൂസാ നബി അലൈഹിസ്സലാം പറഞ്ഞു, ഒരു ദിവസം എല്ലാവരും ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. ഒരു വലിയ ഗ്രൗണ്ടിൽ എല്ലാവരും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടാൻ പറഞ്ഞു. അങ്ങനെ ജനങ്ങൾ മുഴുവനും ഒരുമിച്ച് കൂടി. ചരിത്രം പറയുന്നു 70,000-ൽ പരം ആൾക്കാരുണ്ടായിരുന്നു. 70,000-ൽ പരം വരുന്ന ആൾക്കാർ മുഴുവനും ഒരു ഗ്രൗണ്ടിൽ ഒരുമിച്ച് കൂടി. മഹാനായ കലീമുല്ലാഹി മൂസാ നബി അലൈഹിസ്സലാം അവിടുന്ന് പടച്ച റബ്ബിനോട് ദുആ ചെയ്യുകയാ. അല്ലാഹുവിനോട് അവിടുന്ന് ദുആ ചെയ്തു, അല്ലാഹ്, മഴയില്ലാതെ വല്ലാതെ പ്രയാസപ്പെടുന്നു അല്ലാഹ്, വെള്ളമില്ലാതെ വല്ലാതെ ബുദ്ധിമുട്ടുകയാണ്, അതുകൊണ്ട് ഞങ്ങൾക്ക് നീ മഴ തരണേ അല്ലാഹ്. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്യുകയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, മഴ പെയ്യുന്നില്ല. മൂസാ നബി അവിടുന്ന് ദുആ ചെയ്തു, മഴ പെയ്യുന്നില്ല. അതാ വരുന്നു മുഖറബുൽ അംലാക്ക് മലക്ക് ജിബ്രീൽ. അതാ മൂസാ നബിയോട് പറയുന്ന, മൂസാ നബിയേ,
ദുആ സ്വീകരിക്കൂല, മഴ പെയ്യൂല, മഴ പെയ്യൂല, ദുആ സ്വീകരിക്കില്ല. കാരണമെന്ത് ജിബ്രീൽ? കാരണമെന്താണ് ജിബ്രീൽ? മൂസാ നബിയേ, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില്, ഇരിക്കുന്ന ജനങ്ങളുടെ നടുവില് അല്ലാഹുവേ 40 വർഷമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന ഒരുത്തനുണ്ട്. 1-2 വർഷമല്ല, 40 വർഷമായിട്ട് പടച്ചവനെ ധിക്കരിച്ചുകൊണ്ട് അല്ലാഹുവിനെ മറന്നുകൊണ്ട് നടക്കുന്ന ഒരുത്തൻ ഈ മജ്‌ലിസിലുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇവിടുന്ന് ദുആയിക്ക് ഉത്തരമില്ല. അല്ലാഹുവേ, മൂസാ നബി അവിടുന്ന് ചിന്തിക്കുന്നു, ആരാ അല്ലാഹ് 40 വർഷമായി പടച്ചവനെ മറന്നുകൊണ്ട് ധിക്കാരിയെ പോലെ നടക്കുന്ന ആ മോശക്കാരനായ മനുഷ്യനാരാ അല്ലാഹ്? മൂസാ നബി അവിടുന്ന് വിളിച്ചു പറയുകയാ, ഈ കൂട്ടത്തിൽ പടച്ചറപ്പിനെ മറന്നു നടക്കുന്ന ഒരാളുണ്ട്. 40 കൊല്ലമായി പടച്ചവനെ മറന്നു നടക്കുന്ന ഒരു തനി മജ്‌ലിസിൽ ഇരിപ്പുണ്ട്. അവൻ എഴുന്നേറ്റ് പോകാതെ ഇന്നിവിടുന്ന് മഴ പെയ്യൂല. അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം നോക്കുന്നു, ആരാ അല്ലാഹ്? 40 കൊല്ലമായി പടച്ചറപ്പ് ചെയ്യുന്ന അനുഗ്രഹങ്ങൾ മുഴുവനും 2 കൈയും നീട്ടി സ്വീകരിച്ചിട്ട് അവന് നന്ദികേട് കാണിച്ചു കൊണ്ട് നടക്കുന്ന മനുഷ്യരാരോ? അല്ലാഹുവേ, ജനങ്ങൾ പരസ്പരം അവിടെ നിന്ന് നോക്കുകയാണ്. ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ആരെങ്കിലും എഴുന്നേൽക്കുന്നുണ്ടോ? ജനങ്ങൾ മുഴുവനും പരസ്പരം നോക്കുമ്പോ 40 കൊല്ലമായിട്ട് പടച്ചവനെ മറന്നു നടക്കുന്ന മനുഷ്യനും കേൾക്കുകയാണ്, അല്ലാഹുവേ, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്, എന്നെ കുറിച്ചാണല്ലോ പറയുന്നത്. അല്ലാഹ്, ഞാനിപ്പോ ഇവിടെ നിന്ന് എഴുന്നേറ്റാൽ ജനങ്ങളെല്ലാവരും എന്നെ അറിയുമല്ലോ. അല്ലാഹ്, ഞാൻ എഴുന്നേറ്റില്ലെങ്കിൽ മഴ പെയ്യില്ലല്ലോ. അല്ലാഹ്, മഴ പെയ്യില്ലല്ലോ. അല്ലാഹ്, ആ മനുഷ്യന്റെ മനസ്സിന്റെ ഉള്ളിൽ വല്ലാത്ത ഒരു വേദന തോന്നുകയാണ്. അവിടെ നിന്ന് കുറ്റബോധം തോന്നുകയാണ്. അവിടെ നിന്ന് ഞാൻ ചെയ്തത് പാപമാണെന്നുള്ള ഒരു ചിന്ത കടന്നു വരികയാണ്. ആ മനുഷ്യൻ അവിടെ ഇരിക്കുകയാണ്. ആ ഇരുന്ന ഇരിപ്പില് അടുത്തിരിക്കുന്നവര് പോലും കേൾക്കാതെ ആ മനുഷ്യൻ പറയുന്നു, അല്ലാഹ്, ഇന്നുവരെ ഞാൻ ചെയ്തത് മുഴുവനും പാപമാണല്ലോ. എങ്ങനെയാണ് തൗബ ചെയ്യേണ്ടത്? എങ്ങനെയാണ് ഇത് ഏറ്റു പറയേണ്ടത്? പറയേണ്ടത് എങ്ങനെയാണെന്ന് പോലും എനിക്കറിയില്ല. അല്ലാഹ്, പടച്ചവനെ, ഇന്ന് വരെ ചെയ്തത് പാപമാ, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്, ഇനി ഒരിക്കലും ചെയ്യില്ല അല്ലാഹ്, ഇനി എന്റെ ജീവിതത്തിൽ ഒരിക്കലും ഇതുപോലെ നിന്നെ മറന്ന് ഞാൻ നടക്കില്ല തമ്പുരാന്. എനിക്ക് നീ പുറത്തുകാതാ അല്ലാഹ്, എനിക്ക് നീ പുറത്തു തരണേ അല്ലാഹ്. ആ മനുഷ്യൻ അവിടെ ഇരുന്ന് കൊണ്ട് പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് ഇരുകരങ്ങൾ ഉയർത്തിയിട്ട് ആ മനുഷ്യൻ അവിടെ ഇരുന്ന് തൗബ ചെയ്യുകയാണ്. ആ മനുഷ്യൻ പറയുന്നു, റബ്ബേ, എന്റെ തൗബ സ്വീകരിച്ചാൽ മഴ തരണേ അല്ലാഹ്, മഴ തരണേ അല്ലാഹ്. അല്പസമയം കഴിയുമ്പോ കാർമേഘങ്ങൾ കടന്നു വരികയാണ്. ആകാശത്ത് കാർമേഘങ്ങൾ കടന്നു വരികയാണ്. മഴത്തുള്ളികൾ ഭൂമിയിലേക്ക് വീഴുകയാ, മഴ പെയ്യുകയാ, മഴ പെയ്യുകയാ. മൂസാ നബി ചിന്തിച്ചു, അല്ലാഹ്, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ അല്ലാഹ്, ആരും എഴുന്നേറ്റ് പോയില്ലല്ലോ അല്ലാഹ്. പടച്ചവനെ, പിന്നെ മഴ പെയ്തല്ലോ. മൂസാ നബിയേ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ, ആ മനുഷ്യൻ അല്ലാഹുവിനോട് തൗബ ചെയ്തപ്പോ അതിന്റെ സന്തോഷത്തിൽ അല്ലാഹു മഴ തന്നതാ നബിയേ. തൗബ എന്ന് പറയുന്നത് ഇതിനാണ് തൗബ എന്ന് പറയുന്നത്. ഒരുപാട് നിലവിളിച്ചില്ല, ഒരുപാട് വിളിച്ചുകൂവിയില്ല, മണിക്കൂറുകൾ ദുആ ചെയ്തില്ല. പറഞ്ഞത് ഒരേ ഒരു വാക്ക്, അതിന് ഇഖ്ലാസ് ഉണ്ടായിരുന്നു, ആത്മാർത്ഥത ഉണ്ടായിരുന്നു. ഇനി ഒരിക്കലും ചെയ്യില്ല
പെയ്യില്ലെന്നുള്ള ഉറച്ച തീരുമാനമുണ്ടായിരുന്നു. അതുകൊണ്ടാണ് അവിടുന്ന് മഴ പെയ്തതെന്ന് ചരിത്രം പറയുമ്പോ എന്റെ പ്രിയപ്പെട്ടവരെ, എപ്പോഴെവിടെ വെച്ചാണ് മരണം വരുന്നതെന്നറിയില്ലല്ലോ. അത് വയത് പറയുന്ന സദസ്സിലാണോ, പ്രസംഗിക്കുന്ന സമയത്താണോ, റോഡിലാണോ, വാഹനത്തിലാണോ, വീട്ടിലാണോ, നിസ്കാരപ്പായിലാണോ, പഠിച്ചവനെ ഹോസ്പിറ്റലിലാണോ, എവിടെയാണെന്ന് നമുക്കറിയില്ലല്ലോ. തൗബ ചെയ്യാ സമയം കിട്ടണമെന്നില്ലല്ലോ, നാവ് പൊങ്ങാൻ പറ്റണമെന്നില്ലല്ലോ. അതുകൊണ്ട് പടച്ചവനെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ചറപ്പിന്റെ ദർബാറിലേക്ക് അവിടെ നിന്ന് കരങ്ങൾ ഉയർത്തിയിട്ട് കരഞ്ഞുകൊണ്ട് പറയാൻ കഴിയണം. അള്ളാഹുവിന്റെ റസൂൽ അവിടെ നിന്ന് പറഞ്ഞല്ലോ, അള്ളാഹിനെ കുറിച്ച് നിങ്ങൾ പേടിക്കണ്ട, നീ എത്ര വലിയ പാപം ചെയ്താലും നിന്റെ റബ്ബാരാ. ഖുൽ യാ ഇബാദിയല്ലദീന അസ്റഫൂ അലാ അൻഫുസിഹിം ലാ തഖ്നതൂ മിർ റഹ്മത്തില്ലാഹ്. നബിയേ പറഞ്ഞു കൊടുക്കു നബിയേ, അവരെത്ര വലിയ പാപം ചെയ്തവരാണെങ്കിലും, അവരെത്ര വലിയ ദ്രോഹം ചെയ്തവരാണെങ്കിലും എന്നോട് പറയാ പറ നബിയേ, എന്നോടൊന്ന് പറയാ പറ നബിയേ, ഞാൻ ഗഫൂറാണ് നബിയേ, ഞാൻ റഹീമാണ് നബിയേ. അതുകൊണ്ട് എപ്പോഴാണ് മരണം വരുന്നെന്നറിയില്ലല്ലോ. അതുകൊണ്ട് നമുക്ക് റബ്ബിന്റെ മുന്നിൽ പറയാ, വെറുതെ കിടന്ന് പറഞ്ഞാ പോരാ, പറയേണ്ടത് എങ്ങനെയെന്നറിയുമോ? പൊറുക്കണ്ട പാപം സയ്യിദി വെറുക്കാതെ പൊറുക്കുന്നവനാരുണ്ട് നീയല്ലാതെ. ഇഹലോക ആർഭാടങ്ങളെന്നെ വലച്ചതാ, നഫ്സെന്ന ഉന്തി തെല്ലി വിട്ടു ചതിച്ചതാ, അല്ലാതെ ധിക്കരിച്ചല്ല റബ്ബേ നിന്നെ, അതുകൊണ്ട് ആട്ടരുതിലാഹേ എന്നെ. അള്ളാഹുവിനോട് പറയണം, പടച്ചവരെ പറ്റിപ്പോയതാ അല്ലാ, ഇബ്ലീസ് ചതിച്ചതാ അല്ലാ, അല്ലാതെ ധിക്കരിച്ചു കൊണ്ട് ചെയ്തതല്ല അല്ലാ, നീ ഗഫൂറാണല്ലോ അല്ലാ, നീ കരുണക്കടലാണല്ലോ അല്ലാ, നിന്റെ അടിമയെ നിനക്ക് ഇഷ്ടമാണല്ലോ അല്ലാ, തൗബ ചെയ്യുന്നവരെ നീ ഇഷ്ടപ്പെടുന്നുണ്ടല്ലോ അല്ലാ, നീ 100 കൊല ചെയ്തവന് പുറത്തു കൊടുത്തവനാണല്ലോ അല്ലാ, എന്റെ പാപമ പൊറുക്കണേ അല്ലാ. ആത്മാർത്ഥമായിട്ട് ദുആ ചെയ്യണേ, ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്യണേ, അല്ലാതെ ചുമന്നുകൊണ്ട് നടക്കരുത് മോനെ. എത്ര വലിയ പാപവും ചുമന്നുകൊണ്ട് നടക്കരുത്. അല്ലാഹുവിന്റെ റസൂൽ അവിടെന്ന് പറഞ്ഞു, സ്വഹാബാ, ഒരു തെറ്റിന്റെ പേരില് അല്ലാഹു 2 പ്രാവശ്യം ശിക്ഷിക്കില്ല എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഒരു തെറ്റിന്റെ പേരിൽ അല്ലാഹു 2 പ്രാവശ്യം ഒരു മനുഷ്യനെ ശിക്ഷിക്കൂല. കാരണം അല്ലാഹു നീതിമാനാ, അല്ലാഹു നീതിമാനാ. ഇത് പറയുമ്പോഴാണ് ലോകത്തിന്റെ നേതാവിന്റെ മുന്നിൽ ഒരു സഹാബി കടന്നു വരുന്നത്. മഹാനായ മാഇസ് റളിയല്ലാഹു തആല അൻഹു, ചെറുപ്പക്കാരനായ സ്വഹാബിയാണ്. അല്ലാഹുവിന്റെ പ്രവാചകന്റെ ചാരത്ത് വന്നിട്ട് പറയുന്നു, നബിയേ, ഞാൻ വ്യഭിചരിച്ചു നബിയേ, എന്നെ ശുദ്ധീകരിക്കണം നബിയേ. അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടുന്ന് കേൾക്കാത്തതുപോലെ അല്ലാഹുവിന്റെ റസൂൽ അവിടുന്ന് പറഞ്ഞു വിടുകയാ. കാരണം ഇസ്ലാമിന്റെ നിയമം എന്തെന്നറിയുമോ? അതാ വ്യഭിചരിച്ചവനെ എറിഞ്ഞു കൊല്ലണമെന്നാണ്. മായിസ മുത്തി നബിയുടെ മുന്നിൽ വന്ന് കരയുമ്പോ പ്രവാചകൻ അവിടുന്ന് പറഞ്ഞു വിട്ടു. പക്ഷേ മായിസിന് കിടന്നിട്ടുറക്കം വരുന്നില്ല. പിന്നെയും എഴുന്നേറ്റില്ല. ഹദറത്ത് റസൂലില്ലാ
സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിലേക്ക് പിന്നെയും കടന്നുപോയി. നബിയെ, എന്നെ ശുദ്ധീകരിക്കണം നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിക്കുന്നു, സ്വഹാബ മായിസ് കള്ള് കുടിച്ചിട്ടുണ്ടോ എന്ന് നോക്ക് സഹാബ. എന്തിനാ പടച്ചവനെ അങ്ങനെ പറഞ്ഞതെന്നറിയോ? നീ അല്ലാഹുവോട് പശ്ചാത്തപിച്ചു മടങ്ങ, റബ്ബ് നിനക്ക് പുറത്തു തരും. നീ ഇങ്ങനെ ശിക്ഷ ഏറ്റുവാങ്ങണ്ട എന്ന് കരുതിയിട്ട് പ്രവാചകൻ എവിടെന്ന് പറയുമ്പോ സ്വഹാബികൾ പറഞ്ഞു, ഇല്ല നബിയെ, കള്ള് കുടിച്ചിട്ടില്ല. മൂന്നാമതും മായിസ് റളിയല്ലാഹു തആല അൻഹു അല്ലാഹുവിന്റെ റസൂലിന്റെ കൈ പിടിച്ചിട്ട് പറയുന്നു, നബിയേ, എനിക്കറിയാ എന്നെ എറിഞ്ഞു കൊല്ലണമെന്നാണ് ഇസ്ലാമിന്റെ നിയമം. പിന്നെയും ഞാൻ എന്തുകൊണ്ടാണ് ഇത് പറയുന്നതെന്നറിയോ? എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ ചെല്ലുമ്പോ അല്ലാഹു എന്നെ 2 പ്രാവശ്യം ശിക്ഷിക്കില്ലല്ലോ. ഇവിടെ വെച്ചത് ഏറ്റുകഴിഞ്ഞാൽ, ഈ ശിക്ഷ ഇവിടെ നിന്ന് ഏറ്റുവാങ്ങിക്കഴിഞ്ഞാൽ എനിക്ക് അല്ലാഹുവിന്റെ മുന്നിൽ രക്ഷപ്പെടാൻ പറ്റുമല്ലോ. റസൂലുള്ളാഹി തങ്ങളുടെ കണ്ണ് നിറയുകയാ. സഹാബാ, മായിസിനെ എറിഞ്ഞു കൊല്ല് സ്വഹാബാ. മായിസ് റളിയല്ലാഹു തആല അൻഹു വന്നിട്ട് പറഞ്ഞു, നബിയെ, അള്ളാഹുടെ മുന്നിൽ പോകുമ്പോൾ ഒരു തെറ്റിൻ്റെ പേരിൽ 2 പ്രാവശ്യം അള്ളാഹ് ശിക്ഷിക്കൂല. അതുകൊണ്ട് ഇവിടത്തെ ഞാൻ ഏക്കാം, അവിടത്തെ എനിക്ക് പറ്റൂല. മായിസ് റളിയല്ലാഹു തആല അൻഹുവിനെ സ്വഹാബികൾ എറിഞ്ഞു കൊന്നു. പിന്നീട് ഒരിക്കൽ മായിസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ ഖബറിൻ്റെ ചാരത്തുകൂടെ നടന്നു പോയപ്പോൾ സഹാബികൾ പറഞ്ഞു, ഇത് വ്യഭിചരിച്ചിട്ട് എറിഞ്ഞു കൊന്ന അവിടുത്തെ സഹാബിയുടെ അവിടുത്തെ ഖബറാണ്, മായിസിൻ്റെ ഖബറാണെന്ന് പറഞ്ഞപ്പോൾ റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, നിങ്ങൾക്കറിയാത്തത് നിങ്ങൾ പറയരുത്, മായിസ് സ്വർഗത്തിലാണെന്ന്. അപ്പം മായിസ് റളിയല്ലാഹു തആല അൻഹുവിൻ്റെ കൂടെ വ്യഭിചരിച്ചൊരു പെണ്ണുണ്ടായിരുന്നു. ഓള് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മുന്നിൽ വന്നിട്ട് പറഞ്ഞു, 2ാമത്തെ പ്രതി ഞാനാ നബിയെ, ഞാൻ ഗർഭിണിയാ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാം. കാരണം ഗർഭിണിയായൊരു പെണ്ണ് 9.5 മാസക്കാലം ഗർഭം ചുമന്ന് മരണവേദനയുടെ വേദനയിൽ നൊന്ത് പ്രസവിച്ചു കഴിഞ്ഞാൽ പിന്നെ വരൂലല്ലോ. ആ കുഞ്ഞിൻ്റെ മുഖം കണ്ടു കഴിഞ്ഞാൽ പിന്നെ വരൂലല്ലോ. നബി പറഞ്ഞു, നീ പോയി പ്രസവിച്ചിട്ട് വരാൻ. ഈ പെണ്ണ് പോയി പ്രസവിച്ചിട്ട് ചോര കുഞ്ഞും എടുത്തുകൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രവാചകന്റെ മുന്നിൽ വന്നപ്പോൾ പ്രവാചകൻ പറഞ്ഞു, എന്നാൽ നീ പോയി പാല് കൊടുത്തിട്ട് വാ. കുഞ്ഞിന് പാല് കൊടുക്കണമല്ലോ, ഭക്ഷണം തിന്നുന്നവരെ. ഈ കുഞ്ഞിൻ്റെ മുഖം കണ്ടാലെങ്കിലും ഈ പെണ്ണിൻ്റെ സ്വഭാവം മാറുമെന്ന് വിചാരിച്ചു. ഇല്ല, കുഞ്ഞ് ഭക്ഷണം കഴിക്കാൻ തുടങ്ങിയപ്പോൾ ആ കുഞ്ഞിനെയും കൊണ്ട് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് കാണിച്ചു കൊടുത്തതോ, നബിയെ തിന്നാൻ തുടങ്ങി നബി, ഇനി എനിക്ക് ശിക്ഷത. നമ്മൾ ഒളിച്ചും പാത്ത് വീണ്ടും ചെയ്തുകൊണ്ടിരിക്കും. അള്ളാഹിൻ്റെ മുന്നിലൊന്ന് പറയാൻ പോലും നമുക്ക് മനസ്സില്ല. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. അതുകൊണ്ട് സഹോദരങ്ങളെ, 2 തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്യാതെ മരിക്കരുത്. തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. തൗബ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്താ? തൗബ ചെയ്യാതെ മരിച്ചാൽ ഉണ്ടാകുന്ന നഷ്ടമെന്താ? ഇതുകൂടെ പറഞ്ഞിട്ട് നമുക്ക് പിരിയാം. അള്ളാഹു ഭാഗ്യം തരുമാറാകട്ടെ. 19 ആരും മാറ്റി നോക്കണ്ട. 19 11 മണിക്ക് നിർത്താമെന്ന് പറഞ്ഞു. എനിക്ക് തൗബ ചെയ്താൽ കിട്ടുന്ന പ്രതിഫലവും തൗബ ചെയ്യാതെ മരണപ്പെട്ടാൽ കിട്ടുന്ന ശിക്ഷയും പറയണമെന്ന് ആഗ്രഹമുണ്ട്. നിങ്ങൾ ഇരുന്നാൽ ഞാൻ പറയാമില്ലെങ്കിൽ ദുആ ചെയ്യാം. എന്തു വേണം? പറയണോ ദുആ ചെയ്യണോ? പറയണമെന്ന് ആഗ്രഹമുള്ളവരെന്ന് കൈപൊക്കിക്ക്. പൈസ ചോദിക്കുമ്പോൾ ഇതുപോലെ പൊക്കണം കേട്ടോ. എഴുന്നേക്ക്, എല്ലാവരും എഴുന്നേക്ക്. കസേര എടുത്ത് ഫ്രണ്ടി വാ. എല്ലാവരും വാ. ആ നിൽക്കണ ചങ്ങാതി നിർത്തി, പെട്ടെന്ന് വാ. നിങ്ങൾ ഇങ്ങോട്ട് കയറിക്കോ, ഒയറൊന്നും മറിക്കാതിരുന്നാൽ മതി. ഇങ്ങോട്ട് കയറി വാ, എഴുതിട്ട് വാ. കസേര എടുത്തും കയറിക്കോ. അൽഹംദുലില്ലാ. എല്ലാവരും അടുത്തേക്ക് ഇങ്ങോട്ട് കയറി ഇരിയാക്കാം. നിങ്ങളുടെ മുഖം ഒന്ന് കാണട്ടെ, കൊറോണ ഒന്നും പിടിക്കത്തില്ല. വാ. എല്ലാവരും കസേര എടുത്ത് ഫ്രണ്ടി വാ. ബിസ്മില്ലാ. എടുത്തിട്ട് വാ ചങ്ങാതി. എന്താ വെടി കൊണ്ടതുപോലെ ഇരിക്കണേ? എല്ലാവരും എഴുന്നേക്ക്. ചെറുപ്പക്കാരൊക്കെ എഴുന്നേക്ക്. ബാബാ, മനുഷ്യന്മാരെ പുഞ്ചിരിക്കുന്നത് സദക്കയാണെന്ന് നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി. ഒന്ന് പുഞ്ചിരിച്ചേ. കൊലച്ചിരി ഇരിക്കാനല്ല, പുഞ്ചിരിക്കാനാണ് പറഞ്ഞത്. ഒന്ന് ചിരിച്ചേ. അൽഹംദുലില്ലാ. അല്ലാഹു സദക്കയുടെ കൂലി നൽകുമാറാകട്ടെ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, തൗബ ചെയ്തിട്ട് വേണം മരിക്കാൻ. തൗബ ചെയ്തിട്ട് മരിച്ചാൽ കിട്ടുന്ന പ്രതിഫലം എന്തെന്നറിയും? ഇന്നിപ്പോൾ നമ്മളിവിടെ ഇരുന്നു കൊണ്ട് തൗബ ചെയ്യുക. ഇന്ന് ഈ മജ്‌ലിസിൽ ഇരുന്നു കൊണ്ട് നമ്മൾ അള്ളാഹുവിൻ്റെ മുന്നിൽ ആത്മാർത്ഥമായിട്ട് തൗബ ചെയ്തു. ഇവിടെ നിന്ന് പിരിഞ്ഞു പോകുന്ന വഴിയിൽ നിങ്ങൾ ആരെങ്കിലും മരിച്ചു, ഇന്ന് രാത്രി ഇവിടെ നിന്ന് പിരിഞ്ഞുപോയി, നിങ്ങൾ മരിച്ചുപോയി. നാളെ നിന്റെ ജനാസ ഇവിടുത്തെ പള്ളിയിലേക്ക് കൊണ്ടുപോയി. ഉസ്താദൊക്കെ കൊണ്ടുപോയി, നമസ്കാരമെല്ലാം കഴിഞ്ഞു. പള്ളിപ്പറമ്പിലേക്ക് നിന്റെ മയ്യത്ത് കൊണ്ടുപോകുമ്പോൾ ഖബറാളികൾക്ക് വലിയ സന്തോഷമാണ്.
കബറാളികൾക്ക് വലിയ സന്തോഷമാണ് നീ പോകുന്നത് കാരണം നീ തൗബ ചെയ്തിട്ട് മരിച്ചവനാ. നീ അള്ളാഹുവിന്റെ മുന്നിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും ഏറ്റുപറഞ്ഞ് തൗബ ചെയ്തിട്ട് മരിച്ചവനാ. നീ പോകുമ്പോൾ കബറാളികൾക്ക് വലിയ സന്തോഷം. എന്തിനെന്നറിയോ? ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറയുകയാ, നിന്റെ ജനാസ കബറിൻ്റെ അകത്ത് ഇറക്കി വെക്കുമ്പോൾ നിന്റെ കബറിൻ്റെ ചാരത്ത് കിടക്കുന്ന കബറാളികളുണ്ടല്ലോ, നിന്റെ അയൽവാസികൾ, പള്ളിപ്പറമ്പിൽ കിടക്കുന്ന കബറാളികൾക്ക് വലിയ സന്തോഷം. നിന്റെ കബറിൻ്റെ ചാരത്ത് കിടക്കുന്ന കബറാളികൾക്ക് പോലും നിന്റെ ബറക്കത്ത് കൊണ്ട് അള്ളാഹു അവർക്ക് പുറത്തു കൊടുക്കുമെന്ന് നബി മുഹമ്മദ് മുസ്തഫ. ഇത് പള്ളി കെട്ടിക്കൊടുത്തവന്റെ പ്രതിഫലമല്ല, ഹജ്ജ് ചെയ്തവന്റെ പ്രതിഫലമല്ല, ഹാഫിളിൻ്റെയോ ആലിമിൻ്റെയോ പ്രതിഫലമല്ല. ജീവിതത്തിൽ തെറ്റ് ചെയ്തിട്ട് ആ തെറ്റ് അള്ളാഹുവിൻ്റെ മുന്നിൽ ഏറ്റുപറഞ്ഞ നിനക്ക് കിട്ടുന്ന പ്രതിഫലമല്ല, നിന്റെ അയൽവാസിക്ക്. നിന്റെ കബറിൻ്റെ ചാരത്ത് കിടക്കുന്നവന് പോലും അള്ളാഹ് പുറത്തു കൊടുക്കുമെങ്കിൽ നിനക്കല്ല തരുന്ന പ്രതിഫലം എന്താണെന്ന് ചിന്തിക്ക്. അള്ളാഹു ഈമാൻ നൽകുമാറാകട്ടെ, അള്ളാഹ് ഈമാൻ നൽകുമാറാകട്ടെ. ഇല്ല, തൗബ ചെയ്യാതെയാണ് മരിക്കുന്നതെങ്കിൽ പള്ളിപ്പറമ്പിലേക്ക് പോകുമ്പോൾ അവിടെ കിടക്കുന്ന കബറാളികൾ നിന്നെ ശപിക്കും. എടാ സിറാജെ, എൻ്റെ മയ്യത്ത് കുളിപ്പിച്ചത് നീയായിരുന്നല്ലോ. എടാ എനിക്ക് വേണ്ടി കബറ് കുടിച്ചത് നീയായിരുന്നല്ലോ. എൻ്റെ മയ്യത്ത് കഫം പൊതിഞ്ഞത് നീയായിരുന്നല്ലോ. എന്നെ കബറടക്കാൻ കബറിൽ ഇറക്കി വെച്ചത് നീയായിരുന്നല്ലോടാ. അള്ളാഹു നിനക്ക് ഇത്രയും അവസരം തന്നിട്ട് നീ കളഞ്ഞല്ലോടാ. നീ ഒന്ന് തൗബ ചെയ്തിരുന്നെങ്കിൽ നീയും രക്ഷപ്പെടുമായിരുന്നു, ഞങ്ങളും രക്ഷപ്പെടുമായിരുന്നു. നീ ചെയ്തില്ലല്ലോടാ എന്ന് കബറാളികൾ പോലും നിന്നെ ശപിക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി അള്ളാഹു നമ്മളെ കാത്തിരക്ഷിക്കുമാറാകട്ടെ. കബറാളികൾ പോലും നമ്മളെ ശപിക്കുന്നൊരവസ്ഥ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരെ, നമുക്ക് അള്ളാഹുവിൻ്റെ മുന്നിൽ തൗബ ചെയ്യാം. ഇന്ന് ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രിയാണോ നമുക്കറിയില്ല. ജീവിതത്തിൻ്റെ അവസാനത്തെ രാത്രി ഇന്നത്തെ രാത്രിയാണോ എന്ന് നമുക്കറിയില്ല. അതുകൊണ്ട് അള്ളാഹുവിൻ്റെ മുന്നിൽ നമുക്കൊന്ന് പശ്ചാത്തപിക്കാം. വെറുതെ ദുആ ചെയ്താൽ പോരാ, വെറുതെ ദുആ ചെയ്താ പോരാ. അല്ലാഹുവിന്റെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, നിങ്ങൾ ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. ദുആ ചെയ്യുന്ന സമയത്ത് നിങ്ങൾ കരയണം. നമ്മളെ കൊണ്ട് കരയാൻ കഴിയില്ല. ദുആ ചെയ്യുന്ന സമയത്ത് ആത്മാർത്ഥമായി നമ്മൾ ചെയ്തു പോയ പാപം ഓർത്തിട്ട് നമുക്ക് കരയാൻ പറ്റൂല. അത് റസൂലുള്ളാഹി തങ്ങൾക്കറിയാ. അതുകൊണ്ട് പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ അഭിനയിക്കണേ, നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ, നിങ്ങൾ കരയുന്നവരെ പോലെ അഭിനയിക്കണേ. എൻ്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ജീവിതത്തിൽ ചെയ്തു പോയ പാപങ്ങൾ മുഴുവനും പടച്ച റബ്ബിന്റെ മുന്നിലേക്ക് ഏറ്റുപറയുമ്പോ നമുക്കൊന്ന് അഭിനയിക്കാം, കരയുന്നവരെ പോലെ ഒന്ന് അഭിനയിക്കാം. അങ്ങനെയെങ്കിലും നമ്മുടെ പാപമൊന്ന് പടച്ച റബ്ബ് പുറത്തു തരുമല്ലോ. അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ട സഹോദരാ, പടച്ചവനെ, 50ഉം 60ഉം വയസ്സ് വരെ പ്രായമുള്ള വാപ്പയും ഉമ്മമാരും ഇവിടെ ഇരിപ്പുണ്ട്. വാപ്പാ ജീവിതത്തിൽ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? ഇന്ന് രാത്രി നീ മരണപ്പെട്ടു പോയാൽ, ഇന്ന് നിന്റെ ജീവിതത്തിൽ അവസാനത്തെ രാത്രിയാണെങ്കിൽ നെഞ്ചത്ത് കൈവച്ചിട്ട് നീ ഒന്ന് ചിന്തിച്ചു നോക്ക്, നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? നീ വീട് കെട്ടിയിട്ടുണ്ട്. ആർക്ക് വേണ്ടി? നിന്റെ മക്കൾക്ക് വേണ്ടി. നിന്റെ ഭാര്യയ്ക്ക് കിടന്ന് സുഖിക്കാൻ നിന്നെ പള്ളിപ്പറമ്പിൽ കൊണ്ട് കുഴിച്ചിട്ടിട്ട് മക്കള് തല്ല. എന്തിനു വേണ്ടി നീ പണിത നിന്റെ വീടിന് വേണ്ടി, ബാങ്കിൽ കിടക്കുന്ന നിന്റെ പണത്തിന് വേണ്ടി? പടച്ചവനെ, മക്കള് നിന്നെ തിരിഞ്ഞു നോക്കുന്നില്ല. പാപ്പാടെ ഖബറെവിടെയാണെന്ന് മക്കൾക്കറിയാറില്ല. യാസീൻ ഓതുന്ന മക്കളില്ല. തിരക്കല്ലേ, തിരക്കല്ലേ. പടച്ചവനെ, സഹോദരാ, നിനക്ക് വേണ്ടി നീ എന്ത് ചെയ്തു വെച്ചിട്ടുണ്ട്? അല്ലാഹുവേ, കോവിഡ് എന്ന് പറയുന്ന രോഗം വന്ന 36 വയസ്സുള്ള ഒരു ചെറുപ്പക്കാരൻ പടച്ചവനെ അതാ ഐസുവിനകത്ത് കിടക്കുകയാ. മരിക്കാൻ സമയമെടുത്തു, മരിക്കാൻ സമയമെടുത്തു. ഡോക്ടർമാര് പറഞ്ഞു, ഇനി ഒന്നുമില്ല, മരണം ഉറപ്പാ. 36 വയസ്സുള്ള ചെറുപ്പക്കാരൻ, 2 മക്കളുള്ള പാവപ്പെട്ടവൻ കിടന്ന് കരയുകയാണ്. അവിടെ നിന്ന് പടച്ചവനെ കരയുന്നത് കണ്ടപ്പോ അടുത്ത് ചെന്ന മുസ്ലിമായ ഡോക്ടറിന് വരെ സങ്കടം തോന്നി. കരയുകയല്ല,
മരിക്കുകയല്ലേ, ചെറുപ്പക്കാരനല്ലേ, 36 വയസ്സല്ലേ ഉള്ളൂ, ചെറുപ്പത്തിലെ മരിക്കുകയല്ലേ. അതുകൊണ്ട് എന്തു പറഞ്ഞാണ് സമാധാനിപ്പിക്കേണ്ടതെന്നറിയില്ല. എങ്കിലും ചെറുപ്പക്കാരനായ മുസ്ലിമായ ഡോക്ടർ അടുത്ത് ചെന്നിട്ട് പറഞ്ഞു, ഞങ്ങളെല്ലാം ശ്രമിച്ചു നോക്കി, ഇനി ദൈവത്തിന്റെ കയ്യിലാ, ഇനി ദൈവത്തിന്റെ കയ്യിലാ. നിങ്ങൾ എന്തിനാ കരയുന്നത്, നിങ്ങൾ എന്തിനാ കരയുന്നത്? 36 വയസ്സുള്ള ചെറുപ്പക്കാരനായ ഉസ്താദ് പറഞ്ഞ മറുപടി എന്തെന്നറിയോ? മരിക്കാൻ പേടിച്ചിട്ടല്ല, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, എന്തായാലും ഒരു ദിവസം മരിക്കുമല്ലോ, മരിക്കാൻ പേടിച്ചിട്ടല്ല. ഞാൻ കരയുന്നത് മരണമെടുത്തത് കൊണ്ടല്ല. ഡോക്ടർ അത്ഭുതത്തോടെ ചോദിച്ചു, പിന്നെ എന്തിനാ കരയുന്നത്? ഒന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ, അള്ളാടെ മുന്നിൽ പോകുകയല്ലേ. ഈ 36 കൊല്ലത്തിൻ്റെ ഇടയിൽ രക്ഷപ്പെടാൻ ഞാൻ എൻ്റെ ജീവിതത്തിലൊന്നും ചെയ്തു വെച്ചിട്ടില്ലല്ലോ. 36 വയസ്സുള്ള മനുഷ്യൻ തൻ്റെ മരണമെടുത്തപ്പ കരഞ്ഞു പോയെങ്കിൽ 40, 50, 60 വയസ്സുള്ള വാപ്പാ നിനക്കെന്ത് ചെയ്യാൻ കഴിഞ്ഞു? നിനക്കെന്തേ ആ തോന്നല് കടന്നു വരാത്തത്? എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാരെ, എന്തേ നമുക്കൊന്നും ചിന്തിക്കാൻ കഴിയാത്തത്? യഹ്യ ഇബ്നു മുആദ് റളിയല്ലാഹു തആല അൻഹു മഹാനവറുകൾ അവിടുന്ന് സക്കറാത്തിന്റെ അവസ്ഥയിൽ കിടക്കുമ്പോ തന്റെ കുടുംബക്കാര് മുഴുവനും ചാരത്ത് വന്ന് നിന്ന് കരയുകയാ. അവിടുന്ന് ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? മരിക്കാൻ കിടക്കുന്ന ഭർത്താവിന്റെ ചാരത്ത്, വാപ്പയുടെ ചാരത്ത് മക്കൾ വന്ന് നിന്നിട്ട് സങ്കടപ്പെടുമ്പോ മഹാനവറുകൾ ചോദിച്ചു, എന്തിനാ നിങ്ങൾ കരയുന്നത്? എന്നെ ഓർത്തിട്ടാണോ, എന്നെ ഓർത്തിട്ടാണോ നിങ്ങൾ കരയണ്ട. ഈ കാണുന്ന റൂമിനകത്തിരുന്ന 8000 ഖത്തം ഞാൻ ഓതി വച്ചിരിക്കുന്നത്. ഈ മരിക്കാൻ കിടക്കുന്ന റൂമിനകത്ത് കിടന്നിട്ടാണ് 8000 പ്രാവശ്യം അല്ലാഹുവിന്റെ പരിശുദ്ധമായ ഖുർആൻ ഞാൻ ഓതിയിരിക്കുന്നത്. എന്തിനാ നിങ്ങൾ എന്നെ കുറിച്ച് ഓർക്കുന്നത്? 8000 പോയിട്ട് അള്ളാന്റെ വിശുദ്ധമായ ഖുർആൻ ആദ്യം മുതൽ അവസാനം വരെ ഒരിക്കൽ പോലും ഓതാത്ത ഇപ്പമാരില്ലേ, എൻ്റെ ഉമ്മമാരില്ലേ? എന്തേ നമ്മൾ ചെയ്തു വച്ചിരിക്കുന്നത്? അതുകൊണ്ട് എൻ്റെ പ്രിയപ്പെട്ടവരോട് ഓർമ്മപ്പെടുത്തുകയാ, വാപ്പാ മക്കൾക്ക് ഖബർ എവിടാണെന്നറിയില്ല. പള്ളിയിലെ ഉസ്താദന്മാർക്കറിയാ. പല മക്കളും വന്നിട്ട് പറയും, ഉസ്താദേ എൻ്റെ ഉപ്പ കിടന്ന കിടപ്പിൽ കിടന്ന് മലമൂത്ര വിസർജനം നടത്തുകയാ, ഒന്ന് ദുആ ചെയ്യോ. എൻ്റെ ഉപ്പായ്ക്ക് മരണം ഖൈറാണെങ്കിലൊന്നും മരിക്കാൻ. അവനും നോക്കി നോക്കി മടുത്തു, അവനും ആഗ്രഹിക്കുന്നുവൊന്നും മരിക്കാൻ. അതുകൊണ്ട് ഉപ്പമാരെ, ഉമ്മമാരെ, ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾക്ക് എന്തെങ്കിലും ചെയ്തു വെക്ക്, നിങ്ങൾക്ക് വേണ്ടി എന്തെങ്കിലും ചെയ്തു വെക്ക്. ഈമാനുള്ള ഒരു മരണം വേണ്ടേ? 6 അടി മണ്ണിനകത്ത് പോയി കിടക്കുമ്പോ എന്തെങ്കിലും ഒന്ന് വേണ്ടേ? തെണ്ടണ്ട ഗതികേട് വരരുത്. റസൂലുള്ള പറഞ്ഞു, സ്വഹാബ, മയ്യത്തുകൾ യാചിക്കുകയാ, മയ്യത്തുകൾ യാചിക്കുകയാ. പടച്ചവനെ, ഈ ലോകത്ത് ആരെങ്കിലും എനിക്ക് വേണ്ടിയൊന്ന് ദുആ ചെയ്യണേ അല്ലാ എന്നും മയ്യത്ത് യാചിക്കുമെന്നാണ്. മാതാപിതാക്കൾ മരിച്ചുപോയി, മക്കൾക്ക് സമയമില്ല, കൂടപ്പിറപ്പുകൾക്ക് സമയമില്ല, കുടുംബക്കാർക്ക് സമയമില്ല. ഉപ്പ, നീ തന്നെ നിന്റെ ഉപ്പയുടെ ഖബറിൽ പോകുവോ? പലർക്കും ഉപ്പാടെ ഖബറിയില്ല. എങ്കിൽ നീ ചിന്തിക്ക്, നാളെ നിന്റെ ഗതിയും ഇത് തന്നെയാണ്. പടച്ചവനെ, മക്കൾ ഗൾഫിലാണ്, ജോലി സ്ഥലത്താണ്, അവർക്കൊന്ന് വല്ലപ്പോഴും വരുമ്പോ ഉപ്പാടെ ഖബറിന്റെ ചാരത്ത് വന്നൊന്ന് ദുആ ചെയ്യാൻ പോലും അറിയില്ലെങ്കിൽ എന്ത് നേടി ഈ ജീവിതം കൊണ്ട്? അതുകൊണ്ട് ഓർമ്മപ്പെടുത്തുകയാ, നിങ്ങൾക്ക് വേണ്ടി നിങ്ങൾ എന്തെങ്കിലും ചെയ്തു വെക്ക്, ഇല്ലെങ്കിൽ വല്ലാത്ത നഷ്ടമാ.